എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിന് വേണ്ടത് 1 കിലോ ചിക്കൻ, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി 1 സ്പൂണ്. പിന്നെ വഴറ്റാൻ വേണ്ട സാധനങ്ങൾ: 3 സവോള അരിഞ്ഞത്, 20 കൊച്ചുള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 2 തക്കാളി, മല്ലിയിലയും പുതിനയിലയും കരിയാപ്പിലയും. പിന്നെ ഉരുളി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളകും കടുകും ഗ്രാമ്പു പട്ട ഇത്രയും ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് അത് പൊട്ടി വരണം. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട് വേണം പിന്നുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാൻ. അതായത് ആദ്യം വെളുത്തുള്ളി തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില, കൊച്ചുള്ളി, സവോള ഇത്രയും കൂടി ഇട്ട് അത് ആ ഉരുളി കിടന്ന് നല്ലതായിട്ടൊന്ന് വഴലണം. വഴന്ന് കഴിഞ്ഞിട്ടേ പിന്നെ തക്കാളി പിന്നെ ഇടാവൂ. ഇത് ഇത്രയും കൂടെ ഒന്ന് വഴന്ന് കഴിയണം. എന്നിട്ട് നമുക്ക് ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി ആ എടുത്ത് വെച്ചേക്കുന്നത് ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ടേക്കണം. അതും കൂടെ ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അത് കിടന്ന് നല്ലതായിട്ട് യോജിച്ച് കഴിഞ്ഞ് നല്ല വഴലും. അത് കഴിഞ്ഞിട്ടേ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് അതും ഇതിനകത്ത് കിടന്ന് നല്ലതായിട്ടൊന്ന് യോജിക്കണം. എന്നിട്ട് ഇറച്ചി ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കരുത്. ഈ തക്കാളി കരിയാപ്പില ഇടയ്ക്കൊക്കെ ഇച്ചിരി കരിയാപ്പിലയോട് കൂടുതൽ ഇട്ട് കൊടുത്തേക്കണം. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ അങ്ങ് വഴന്ന് വന്ന് കഴിഞ്ഞിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാവും. കാരണം പിന്നെ മുളക് പൊടി ആ നടുഭാഗത്തോട്ട് ഇതൊന്ന് വകുത്ത് മാറ്റിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഈ പൊടി എടുത്തതെല്ലാം ഇട്ട് കൊടുക്കുക. അതും അതിനകത്ത് മൂത്ത് കഴിഞ്ഞിട്ട് അതും എല്ലാം കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാവും. ചിക്കൻ അതിനകത്ത് കിടന്ന് ഒട്ടും നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. ഈ ഉരുളിയിൽ കിടന്ന് അത് നല്ലതായിട്ട് വഴലണം. ഈ വഴന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ അടച്ച് വെക്കാവും. എന്നിട്ട് നല്ല തീ കൂട്ടിയിട്ട് വേണം. പിന്നെ നമ്മൾ അടയ്ക്കാൻ നേരം തീ കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തെ വെള്ളം എല്ലാം ഇറങ്ങും ജ്യൂസിയായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ പിന്നെ യോജിക്കും. ഒരു 10-25 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. എളുപ്പമാണ്. 2-3 പ്രാവശ്യം ഇങ്ങനെ അടപ്പ് എടുത്തിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെയും ഇങ്ങനെ വെക്കുക. എളുപ്പമാണ്. ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കരിയാപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എളുപ്പമാണ്. എല്ലാവരും ജ്യോതിമസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക.